ശ്രീനിവാസന്റെ വിയോഗത്തിൽ നടനും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപി പ്രതികരിച്ചിരുന്നു. തീരാ നഷ്ടമെന്നാണ് സുരേഷ് ഗോപി പ്രതികരിച്ചത്. മലയാള ഭാഷ അതിൻ്റെ എല്ലാ സൗകുമാര്യത്തിലും വിമർശനത്തിനായി ഉപയോഗിക്കുമ്പോൾ പോലും ആ സൗകുമാര്യം നിലനിർത്തിക്കൊണ്ട് ജനങ്ങളുടെ ജീവിതത്തെ അതിന് രാഷ്ട്രീയ നിയന്ത്രണമുണ്ടെങ്കിൽ ആ നിയന്ത്രണങ്ങളെല്ലാം ഒരുപക്ഷെ നേർവഴിക്ക് നയിക്കുന്നതിന് സിനിമയിലെ സാഹിത്യം എന്നത് ഇത്രയധികം വിപുലമായി നിരന്തരമായി ഉപയോഗിച്ച ഒരു സാഹിത്യകാരൻ എന്ന് തന്നെ ഞാൻ ശ്രീനിയേട്ടനെ വിളിക്കും. ഉപയോഗിച്ച മറ്റൊരു സാഹിത്യകാരൻ സിനിമയിലുണ്ടോ എന്ന് നമ്മളിനി അന്വേഷിച്ച് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അദ്ദേഹം ഏതെങ്കിലും ലിമിറ്റ് ക്രോസ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു അതിർവരമ്പ് നമ്മൾ സൃഷ്ടിച്ച് ഇത് കടക്കരുത് എന്ന് അദ്ദേഹത്തോട് നിഷ്കർഷിക്കാൻ ആർക്കാണ് അവകാശമുള്ളത്? ഇപ്പോൾ പോളണ്ട് എന്ന് പറയുന്ന ഒരു പ്രയോഗം നമുക്കൊരു ഡിപ്ലോമാറ്റിക് അണ്ടർസ്റ്റാൻഡിങ് അല്ലെങ്കിൽ ഡിപ്ലോമാറ്റിക് ടേബിളിനോടുള്ള അപമര്യാദയായിട്ട് പോലും നമുക്ക് കണക്കാക്കാനൊക്കത്തില്ല, അല്ലേ? അതൊരു സിമ്പലാണ്. ആ പോളണ്ട് എന്ന് പറയുന്ന ഒരു വാക്കിൽ ഒരുപക്ഷെ കേരളത്തിലെ ഒരു രാഷ്ട്രീയത്തിനുള്ള താക്കീത് അദ്ദേഹത്തിന് ഒരൊറ്റ വാക്ക് പ്രയോഗത്തിലൂടെ നൽകാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാക്കുന്നത് എന്തുകൊണ്ടാണ്? അദ്ദേഹം ആ സിനിമയിൽ അത് ഒരു തവണയേ ഉപയോഗിച്ചിട്ടുള്ളൂ. ഇന്ന് മലയാളികളും മലയാളികളെ അറിയുന്ന മലയാളികളുടെ സിനിമയെ അറിയുന്നവരും ആ തത്വം ഉപയോഗിക്കുന്നില്ലേ? One anchor every week, 20 years, 1,000 episodes on one TV channel. Middle East This Week, an Elvis Chumar TV show. Exclusively on Jai Hind TV. Stay tuned for the 1,000 countdown.